തിരുനാമം മഹത്വപ്പെടട്ടെ. കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമായ കുഞ്ഞുങ്ങളെ, നിങ്ങളെ ഏവരെയും പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ധ്യാന വിഷയമായി കൊണ്ടുവന്നിരിക്കുന്നത് ജീവനുള്ള ദൈവം. ജീവനുള്ള ദൈവം. നാം വിളിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ് എന്ന് പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും അവനെ വിളിക്കുന്നവർക്ക് മാത്രമേ മനസ്സിലാകുകയുള്ളൂ. അങ്ങനെയുള്ള വ്യക്തികൾ ജീവനുള്ള ദൈവത്തിനായി ദാഹിക്കുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. 42-ാം സങ്കീർത്തനം 1 മുതൽ 3 വരെയുള്ള വേദഭാഗം നാം നോക്കുമ്പോൾ അതിൽ ഇപ്രകാരം പറയുന്നു: മാന്നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും? നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ജീവനുള്ള ദൈവത്തിനെയാണ് നാം സേവിക്കുന്നതെന്ന് നാം മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, മാന്നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നുവെന്ന് നമ്മുടെ ഉള്ളിൽ നമുക്ക് പറയുവാൻ സാധിക്കും. അങ്ങനെ ഉള്ളിൽ പൂർണ്ണഹൃദയത്തോടെ പറയുവാൻ സാധിക്കുന്ന നമ്മളിൽ എത്ര പേരുണ്ട് എന്ന് നാം ചോദിക്കേണ്ട കാലത്താണ് നാം ജീവിക്കുന്നത്. മാന്നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ, അതായത് ദാഹിച്ചിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അതിൻ്റെ ആ വെള്ളത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കുവാൻ സാധിക്കത്തുള്ളൂ. നന്നായി ദാഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം നമ്മുടെ ഓരോരുത്തരുടെയും അവസ്ഥ എന്തായിരിക്കും എന്ന്. ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എന്ന് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത് ഇന്ന് നാം ഓരോരുത്തരും പറയേണ്ടതായ കാര്യമാണ്. കാരണം നാം ജീവനുള്ള ദൈവത്തെയാണ് സേവിക്കുന്നത് എന്ന് നാം ഓരോരുത്തരും മറന്നുപോയിട്ടാണ് ഈ ലോക ജീവിതം നമ്മൾ മുമ്പോട്ട് നയിക്കുന്നത് എന്നുള്ളതിന് നമ്മുടെ ഓരോരുത്തരുടെയും ഉദാഹരണങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. എൻ്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും? ഈ ലോക ജീവിതത്തിൽ നിന്ന് നമ്മൾ മാറ്റപ്പെടുമെന്ന് ആർക്കെങ്കിലും മനസ്സിലാകുന്നുവെങ്കിൽ അവർ പിന്നീടുള്ള സമയം എനിക്ക് തോന്നുന്നത് ഒന്നും ചെയ്യുവാൻ സാധിക്കത്തില്ല. കാരണം അവർക്ക് എവിടെ തുടങ്ങണം, എവിടെ അവസാനിപ്പിക്കണമെന്നറിയാതെ, ആരോട് എന്തൊക്കെ പറയണം, എന്തൊക്കെ ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചിട്ട് വേണം ഈ ലോകത്തിൽ നിന്ന് കടന്നു പോകാനുള്ള തത്രപ്പാടിൽ അവർ ദൈവത്തെ പോലും വിളിക്കുവാൻ മറന്നുപോകുന്ന കാലം. ജീവനുള്ള ദൈവത്തെയാണ് നാം സ്നേഹിക്കുന്നത്, സേവിക്കുന്നത്, ആരാധിക്കുന്നത് എന്ന് മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ അവങ്കിലേക്ക് ചെല്ലുവാനായിട്ട് നമുക്ക് ഒരു ആഗ്രഹം തോന്നുകയുള്ളൂ. എൻ്റെ ദൈവം എവിടെയെന്നും അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എൻ്റെ കണ്ണുനീർ രാവും പകലും എൻ്റെ ആഹാരമായി തീർന്നുവെന്ന് ഇവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നു. അതായത് വേദവിപരീതികളുടെ ഇടയിൽ നാം ജീവിക്കുമ്പോൾ, വിശ്വാസമില്ലാത്തവർ നമ്മെ പിന്തിരിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ, നാം അവനിലേക്ക്, നമ്മുടെ ജീവനുള്ള ദൈവത്തിലേക്ക് ഏറ്റവും കൂടുതൽ അടുക്കണമെന്നുണ്ടെങ്കിൽ നാം ഓരോരുത്തരും ചെയ്യേണ്ടതായ കാര്യമെന്ന് പറയുന്നത് കണ്ണുനീരോടുകൂടി ദൈവത്തെ സേവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ സേവിക്കുന്നുവെങ്കിൽ നാം ഈ ലോകത്തിൽ ആഗ്രഹിക്കുന്നതായ നല്ല കാര്യങ്ങളൊക്കെ നമുക്ക് സാധിച്ചു കിട്ടും എന്നുള്ളതിന് രണ്ട് അഭിപ്രായം ഉണ്ടാകുകയില്ല. ഒരു വിശ്വാസി ദൈവത്തെങ്കിലേക്ക് ചെല്ലുവാൻ എങ്ങനെ കാക്ഷിക്കുന്നു എന്ന് ഇവിടെ സങ്കീർത്തനക്കാരൻ സൂചിപ്പിക്കുന്നത്, നാം ഓരോരുത്തരും എങ്ങനെ അവനിലേക്ക് എത്തുവാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നു എന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും. നാം ജീവനുള്ള ദൈവത്തിനെയാണ് ആരാധിക്കുന്നത് എന്ന് നാം മറക്കരുത്. അങ്ങനെ മറക്കുന്നവർക്ക് ഈ ലോകത്തിൽ ഒരു കാര്യവും സാധിച്ചെടുക്കുവാൻ സാധിക്കില്ല എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സഭ ജീവനുള്ള ദൈവത്തിൻ്റെ ആലയമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. സഭയിൽപ്പെട്ട നാം ഓരോരുത്തരും, അതായത് ഈ ലോകത്തിൽ നിന്ന് വാങ്ങിപ്പോയവരും ജീവനോടിരിക്കുന്നവരും
സഭാപിതാക്കന്മാരും പുരോഹിതരും എല്ലാവരും കൂടി ഒന്നിച്ചു ചേർന്നുള്ള ആ ഒരു കൂട്ടായ്മയാണ് സഭ എന്ന് പറയുന്നത് എന്ന് നമുക്ക് ഏവർക്കും അറിയാം. ആ സഭയിലെ ഒരംഗമായിരിക്കുന്ന നാം ഓരോരുത്തരും ആദ്യമായി നല്ലൊരു വിശ്വാസിയാകുന്നുവെങ്കിൽ മാത്രമേ നാം സേവിക്കുന്നത് ജീവനുള്ള ദൈവത്തെയാണ് എന്ന് ചിന്ത വന്നെങ്കിൽ മാത്രമേ നമുക്കിതൊക്കെയും സാധിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നാം ഓരോരുത്തരും ചെയ്യാനുള്ളത് ജീവനുള്ള ദൈവത്തെ ശ്രദ്ധിച്ച് നോക്കുകയാണ് ചെയ്യേണ്ടത്. ജീവനുള്ള ദൈവത്തിൻ്റെ കൈകളിൽ വീഴുന്നത് ഭയങ്കരമാണെന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതായത് അവൻ കാണിച്ചു തന്നതായ പാതയിലൂടെ നാം ജീവിക്കുന്നില്ല എങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ വളരെ വേദനാജനകമായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ജീവനുള്ള ദൈവത്തിൻ്റെ സേനകളായി നാം ജീവിക്കുന്നുവെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നുള്ളതിന് നാം ഓരോരുത്തരും അനുഭവസ്ഥരാണ്. ആയതിനാൽ കർത്താവിൽ പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, ആ ജീവനുള്ള ദൈവത്തിങ്കിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും അടുത്ത് ചെല്ലാം. അതിനായി നാം ചെയ്യേണ്ടത് എല്ലാ ഞായറാഴ്ചയും എങ്കിലും വിശുദ്ധ കുർബാനയിൽ സംബന്ധിക്കുകയും ഒരുക്കത്തോടു കൂടി പോയി കുർബാന അനുഭവിക്കുകയും അതോടൊപ്പം തന്നെ സൽപ്രവൃത്തികൾ ചെയ്യുകയും ഇടപെടാതെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ദൈവം, ആ ജീവനുള്ള ദൈവം നമ്മളുടെ എല്ലാ നല്ല ആവശ്യങ്ങളും ഈ ലോകത്തിൽ സാധിച്ചു തരും എന്ന് മാത്രമല്ല, ബാക്കിയുള്ള നമ്മുടെ ജീവിതം സന്തോഷപ്രദമായി ആത്മീയമായി നമുക്ക് മുമ്പോട്ട് നയിക്കുവാൻ സാധിക്കും. നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടത് ആത്മീയമായി ബാക്കിയുള്ള ജീവിതം ജീവിക്കുന്നതിനും വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ച ദൈവത്തെ ഉള്ളിൽ സ്വീകരിച്ച ശക്തി കൊണ്ട് നല്ലൊരു ക്രിസ്ത്യാനിയായി ജീവിച്ച് ഈ ലോക ജീവിതം സഫലമാക്കുന്നതിനും സ്വർഗരാജ്യത്തിൻ്റെ അവകാശിയാക്കുന്നതിനും വേണ്ടി ആ ജീവനുള്ള ദൈവത്തെ നമുക്ക് ഏവർക്കും ചേർന്ന് ആരാധിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം.